പരീക്ഷണങ്ങളിൽ ഞാൻ എന്തിനു പതറണം? അള്ളാഹു താൻ ഏറെ ഇഷ്ടപ്പെടുന്നവരെ കൂടുതൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നെനിക്കറിയാം. എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നെ അകാരണമായി ദ്രോഹിക്കുന്നുവെങ്കിൽ ഞാൻ ഓർത്തുപോകും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം സഹോദരന്മാരാൽ ചതിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. എൻ്റെ മാതാപിതാക്കൾ ആദർശത്തിൻ്റെ പേരിൽ എന്നെ നിഷ്കരണം എതിർക്കുന്നുവെങ്കിൽ ഞാൻ ഓർത്തുപോകും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനാൽ ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. പുറത്തു കടക്കാനാകാത്ത വിധം സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഞാൻ അകപ്പെട്ടു പോകുന്നുവെങ്കിൽ ഞാൻ ഓർത്തുപോകും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഭീമകാരനായ തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. എനിക്കെതിരിൽ ആളുകൾ അന്യായമായി അപവാദം പറഞ്ഞു പരത്തുന്നുവെങ്കിൽ ഞാൻ ഓർത്തുപോകും മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നാടുനീളെ അപവദിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. രോഗത്താൽ എൻ്റെ ശരീരം വേദന കൊണ്ട് പൊളയുന്നുവെങ്കിൽ ഞാൻ ഓർത്തുപോകും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം എത്രയോ മടങ്ങ് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരും സച്ചരിതരും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോൾ എന്നെ ബാധിച്ച പരീക്ഷണങ്ങൾ മുഴുവനും എനിക്ക് നിസ്സാരമായി തോന്നും. പരീക്ഷണങ്ങളിലെല്ലാം എനിക്ക് ക്ഷമിക്കാനാകും. എങ്കിൽ പരീക്ഷണങ്ങളിൽ ഞാൻ എന്തിനു പതറണം? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. എനിക്ക് അല്ലാഹു മതി, അവനാണ് ഭരമേൽപ്പിക്കപ്പെടാൻ യോഗ്യൻ.